ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി 25 അധ്യായം 41 മുതലുള്ള തിരുവചനങ്ങൾ. അനന്തരം അവൻ തൻ്റെ ഇടത്തുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. യേശുക്രിസ്തുവിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത്, ജീവിതം വെറും വിശ്വാസത്തിന്റെ പേരിൽ മാത്രം മതിയാവുന്നതല്ല, അത് പ്രവൃത്തികളിലൂടെ തെളിയിക്കപ്പെടണമെന്നതാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങളിൽ ദരിദ്രർക്കും ദുഃഖിതർക്കും രോഗികൾക്കും സഹായം ചെയ്യാതിരിക്കുകയും സ്നേഹവും കരുണയും കാണിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ഒടുവിൽ നിത്യനരകത്തിലേക്ക് പോകുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ പ്രവൃത്തികളിലൂടെ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നതും കരുണയും ദയയും പ്രവൃത്തികളിലൂടെ തെളിയിക്കുന്നതും അനിവാര്യമാണ്. പുണ്യം ചെയ്യാതെ ജീവിക്കുന്ന ജീവിതം ദൈവത്തിന്റെ മുമ്പിൽ വില കുറഞ്ഞതാണ്. പക്ഷേ വിശ്വാസത്തോടൊപ്പം ദയയും നീതിയും നിറഞ്ഞ പ്രവൃത്തികളിലൂടെ ജീവിക്കുന്നവർക്ക് നിത്യജീവന്റെ മഹത്വം ലഭിക്കും. കർത്താവേ, വിശ്വാസത്തോടൊപ്പം നല്ല പ്രവൃത്തികളിലും ദയയിലും നടക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. സഹായം ആവശ്യമുള്ളവരെ അവഗണിക്കാതെ സ്നേഹത്തിലും കരുണയിലും ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങേ സാക്ഷ്യമായി മാറി നിത്യജീവനിലേക്ക് എത്താൻ എപ്പോഴും ഞങ്ങളെ നയിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.